വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് ഒന്നിലധികം കിടിലൻ മാച്ചുകൾ ഇന്നുണ്ടായിരുന്നു. ആർസനൽ കുറച്ചു കാലത്തിന് ശേഷം 7 പഠിച്ചിട്ടുണ്ട്. 7-1 അവര് PSV അടിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ മതി. 6 ഡിഫറെന്റ് പ്ലേയേഴ്സ് ഇന്ന് സ്കോർ ചെയ്തു. ആർസനലെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അവർ ഏതായാലും അടുത്ത ലെഗിലേക്ക് ഓൾമോസ്റ്റ് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഇന്ന് കണ്ടത് മാഡ്രിഡ് ഡെർബിയാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞതുപോലെ റയൽ ജയിക്കാനുള്ള പല വഴികളും കണ്ടെത്തുമെന്ന് മാച്ചിലെ പെർഫോമൻസിലൂടെ നമ്മൾ കാണാറുണ്ട്. ഇന്നും അത് തന്നെ സംഭവിച്ചു. 2-1 ആദ്യത്തെ ലെഗിൽ റയൽ മാഡ്രിഡ് മുമ്പിൽ എത്തുകയും ചെയ്തു. ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒന്നിലധികം ഗോളുകൾ രണ്ട് ടീമിന്റെ സൈഡിൽ നിന്നും ഇന്ന് വന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇപ്പൊ സ്റ്റാറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 6 ചാൻസുകൾ മാത്രമേ ഒഫൻസീവ്ലി അത്ലറ്റിക്കോ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ 13 ചാൻസുകളുമായിട്ട് റയൽ ഇന്നത്തെ മത്സരത്തിൽ മുന്നിട്ട് നിന്നു എന്ന് പറയേണ്ടി വരും. അത്ലറ്റിക്കോയുടെ ഡിഫൻസിന് എന്താണ് പറ്റിയെന്ന് അറിയില്ല. കാരണം ഇപ്പൊ ഗാലൻ ആയാലും ജിംനേസ് ആയാലും ലോറന്റെ ആയാലും ഇവരൊക്കെ ഇന്ന് വളരെ വളരെ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഡിവിജ്വലി മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അത് മുതലാക്കാൻ ശരിക്കും പറഞ്ഞാൽ റയലിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇവിടെ കളി തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ തന്നെ റോഡ്രിഗോയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റണ്ണ് റൈറ്റ് വിങ്ങിലൂടെ വരുന്നു. വാൽവേർഡി കൊടുത്തിട്ടുള്ള ഒരു കിഡിലം പാസ്സാണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഗാലൻ അവിടെ പുള്ളിനെ ട്രാക്ക് ബാക്ക് ചെയ്യണമായിരുന്നു, ഫൗൾ ചെയ്യണമായിരുന്നു. ഇത്ര ഈസി ആയിട്ട് കട്ട് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഏത് ടീമായാലും സ്കോർ ചെയ്യും. പുള്ളി ആദ്യത്തെ ടച്ച് എടുക്കുന്നു, പിന്നീട് 18 യാർഡ് ബോക്സിലേക്ക് വന്നിട്ട് 1-2 ടച്ച് എടുത്തിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് റോഡ്രിഗോയുടെ സൈഡിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ 4ാം മിനിറ്റിൽ 1-0 എന്ന ലീഡിലേക്ക് റയൽ എത്തുകയാണ്. അതിനുശേഷം 1-2 ഹാഫ് ചാൻസുകൾ ഇരു ടീമുകളും ക്രിയേറ്റ് ചെയ്തു. അത്ലറ്റിക്കോയുടെ സൈഡിൽ നിന്ന് ഗ്രീസ്മാൻ ഒക്കെ 1-2 ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നീടാണ് മറ്റൊരു ബ്രില്യൻ ഫിനിഷിംഗ് നമ്മൾ കാണുന്നത്. ലെഫ്റ്റ് വിങ്ങിലൂടെ ശരിക്കും പറഞ്ഞ ആൽവരസിന്റെ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കമവിംഗ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1-on-1 ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി ഡ്രിബിൾ ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കട്ട് ബാക്ക് ചെയ്തിട്ട് ആൽവരസ് ഇൻസൈഡിലേക്ക് വന്നു. അവിടെ നിന്ന് ഒരു മഴവില് ഷോട്ടാണ് പിന്നെ നമ്മൾ കാണുന്നത്. കേർവ് ചെയ്തുകൊണ്ട് റൈറ്റ് വിങ്ങിന്റെ കോർണറിലേക്കാണ് ആ ബോൾ പോയത്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ടാണെന്ന് പറയേണ്ടി വരും. കോട്ടുവ ചാടിയൊക്കെ നോക്കി, പക്ഷെ നോ ചാൻസ് ഫോർ ഹിം. ബോള് കറക്റ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 32ാമത്തെ മിനിറ്റിൽ 1-1 അത്ലറ്റിക്കോ മാഡ്രിഡ് കളിയിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ കൗണ്ടറും ഈ അറ്റാക്കൊക്കെ ലൈറ്റിംഗ് സ്പീഡിലാണ് ഇരു ടീമുകളും കൊണ്ടുപോകുന്നത്. പക്ഷെ ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ടീമുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ വിനീഷ്യസ് ജൂനിയറിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ 1-1 എന്ന രീതിയിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗാലൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മറ്റൊരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗോളാണ് ബ്രഹീം ഡിയാസിന്റെ സൈഡിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2-3 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇമ്പാക്ട് വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് വിങ്ങില് 4-5 ആൾക്കാർ അട്ടത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ ജിംനേസിന്റെ കാര്യം പറയണം. ജിംനേസിനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വിട്ടിട്ടാണ് ശരിക്കും പറഞ്ഞ ബ്രഹീം ഡിയാസ് ബോളുമായിട്ട് അകത്ത് കയറിയത്. 2 പേര് ഡ്രിബിൾ ചെയ്യുന്നു, 4 പേര് പുള്ളിയുടെ ചുറ്റുമുണ്ട്. അതിലിടയിലൂടെയാണ് ശരിക്കും പറഞ്ഞ ബ്രഹീം ഡിയാസ് ഈ ഷോട്ട് എടുക്കുന്നത്. പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-1 എന്നുള്ള ലീഡിലേക്ക് ബ്രഹീം ഡിയാസ് റയലിനെ കൊണ്ടുവരികയും ചെയ്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ഇമ്പാക്ട് വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ഒരു മിനിറ്റ് തന്നെയാണ്. പിന്നീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാൻസുകളൊന്നും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഡിഫെൻസീവ്ലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഓർഗനൈസ് ആയിട്ട് കളിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെ പല മത്സരത്തിലും നമ്മൾ പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചുള്ള ഒരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ ഡിഫൻസിന്റെ പെർഫോമൻസ് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ഒരുപാട് പ്രാവശ്യം ക്ലോസ് ഡൗൺ ചെയ്യേണ്ട സമയത്ത് ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഡ്രിബിൾ പാസ് ചെയ്തിട്ട് റയലിന്റെ പ്ലേയേഴ്സ് മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഡിഫൻസിൽ ഇന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ഫസ്റ്റ് ലെഗിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുമായിട്ട് റയൽ മുമ്പോട്ട് പോയി. അടുത്ത ലെഗ് എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ സ്കോർ ചെയ്താൽ മാത്രമേ ഒരു നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ളൂ. പ്രഷർ ഇപ്പോൾ അവരുടെ മുകളിലാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.